ജയ് മസി സംഘ് കമ്മ്യൂണിറ്റി എന്തായിരിക്കും, ഇതൊക്കെ എന്താണെന്ന് കുറച്ചുപേരെ ഫോട്ടോയുണ്ട്, കുറച്ച് പേർ വന്നിട്ടുണ്ട് എന്നൊക്കെ. ഈ സുവിശേഷ വിരോധ വർഗീയ ശക്തികൾ ഭാരതത്തിൽ ഭരണം ആണ്ട് തുടങ്ങിയപ്പോൾ അവരുടെ ഒരേ ഒരു ടാർജറ്റ് അവസാന ക്രിസ്ത്യാനികളെയും ദൈവമക്കളെയും ഇവിടെ നിന്ന് തുരത്തണമെന്നുള്ളതാണ്. അത് അവരുടെ പല പല പ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വടക്കേ ഇന്ത്യയിൽ അത് പ്രത്യക്ഷമായി നടക്കുന്നു. ഇങ്ങ് കേരളത്തിലും പതുക്കെ പതുക്കെ മാധ്യമങ്ങളിലൂടെ തന്ത്രപരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മതതീവ്രവാദം, ഈ വർഗീയ ശക്തികൾക്കെതിരെ അടിക്കാനോ പിടിക്കാനോ വാളോ വെട്ടോ ഒന്നുമല്ല. ഇതിനെതിരെ ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ള ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ അരുളപ്പാട് ഈ കാലഘട്ടത്തിൽ എന്താ? ആദിമകാലം മുതൽ ഭക്തന്മാർ അവരുടെ ജീവിതം നിസ്സഹായപ്പെടുമ്പോൾ അവർ ഓടിയെത്തുന്നത് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ദൈവം എന്ത് സംസാരിക്കുന്നു എന്നതാണ്. ഇതിനകത്തിരിക്കുന്ന എത്ര പേർ പെട്ടെന്നൊരു കഷ്ടം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഓടി ഒന്ന് ദൈവത്തോട് ചോദിക്കാമെന്ന് പറഞ്ഞ് മുട്ടുമുടങ്ങുന്ന എത്ര പേരുണ്ട്? അതോ ടി വിയിൽ പ്രസംഗിക്കുന്ന പാസ്റ്ററെ വിളിക്കാമോ, അവരെ ഡോക്ടറെ അടുത്ത് പോകാമോ? എല്ലാം നല്ലതാണ്, ഓക്കെ. പക്ഷെ നമുക്ക് പെട്ടെന്നൊരു വിഷയം വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കണ്ണടക്കുക, ദൈവമേ, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ഇടപെടൽ എന്താണ്, അത് മനസ്സിലാക്കാൻ നമ്മൾ അത് പരിചയിക്കണം. നമുക്കറിയാം, യേശുവും ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് അവർക്ക് ക്ഷീണം, അവർക്ക് തളർച്ച ഒക്കെ ഉണ്ടായിരുന്നു. കാലം മുതൽ മാല വരെ ഊളിയ ചെയ്ത് മാല വേളയിൽ വേദവാർത്ത ചൊല്ലിയിருக்கு. ഒവ്വൊരുവർ താന്താൻ്റെ വീട്ടിലേക്ക് പോയി. പത്രോസിന്റെ വീട്ടിലേക്ക് പോയി, യോഹന്നാന്റെ വീട്ടിലേക്ക് പോയി, യാക്കോബിന്റെ വീട്ടിലേക്ക് പോയി. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു കിടക്ക കിട്ടിയാൽ മതി, തലങ്ങണ കിട്ടിയാൽ മതി. പക്ഷെ വചനം പറയുന്നു, അടുത്ത അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം, യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അപ്പോ തലങ്ങണയിൽ കിട്ടാത്ത ഒരു സുഖം, ബെഡ്ഷീറ്റിൽ കിട്ടാത്ത ഒരു സുഖം, എസിയിൽ കിട്ടാത്ത ഒരു സുഖം, ഫാനിൽ കിട്ടാത്ത സുഖം ഒലിവുമലയിൽ യേശു കണ്ടു. ആ സുഖം കണ്ടവൻ അവിടെയുള്ള കവർച്ച, ആ ഒരു ഇന്റിമസി, പറ്റുതൽ, അതിലെ ഒരു ഇൻപം കണ്ടവൻ ലോകത്തിലെ ഇൻപങ്ങളെല്ലാം അവൻ വെറുത്ത് വിടും. അത് ആരും നീ അത് ചെയ്യ്, ഇത് ചെയ്യ്, അത് മാറ്റി ഒന്നും சொல்ல വേണ്ട, താനേ മാറ്റിവിടും. താനേ അതോട് ഒരു വേർപാടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജയ് എന്ന വാക്കിന്റെ അർത്ഥം വിജയിക്കട്ടെ. മസി എന്ന് പറഞ്ഞാൽ മഷിക, ക്രിസ്തു. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, ഇതാ സഹോദരങ്ങൾ ഒരുമിച്ച്, സംഗമം ചേർന്ന്, ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുവിൽ വേരൂന്നി, ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ള ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തിന്റെ ഇപ്പോഴത്തെ അപ്ഡേഷൻ, ദൈവത്തിന്റെ ഇപ്പോഴത്തെ ഇടപെടൽ, ഈ സമകാലികമായ അന്തരീക്ഷത്തിൽ വിപരീത സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ എന്താണെന്ന് കാതോർക്കുവാൻ, മനസ്സ് തിരിച്ചറിയുവാൻ ഈ സമയങ്ങളെ ഞങ്ങൾ വിനിയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്കോട് ഇടപെടും. ഇന്ന് നമ്മൾ ഒരു കാര്യം നമ്മൾ പരിചയമുള്ളത് കേട്ടു, സിംഹവും എലിയും. നമ്മുടെ സിംഹം പോലെ വരും. ഇന്ന് നമുക്ക് പലർക്കും പല വിഷയങ്ങളും സിംഹത്തെ പോലെ ഇരിക്കുകയാണ്. പക്ഷെ അത് എലിയായി തോന്നണമെങ്കിൽ നാം എന്താ അളവുക്ക് ആണ്ടവരോട് നെരുങ്കുറാറുകളോ നമുക്ക് തരും. എയർപോർട്ടിൽ നിൽക്കുമ്പോൾ കീഴ ഇരുന്ന് പാർക്കുമാനാൽ എയർപോർട്ടിലെ കീഴ ഇരിക്കുമ്പോൾ മരങ്ങൾ പെരുതായി തോന്നും, വിമാനം പെരുതായി തോന്നും, இந்த സിറ്റുവേഷൻ എല്ലാം പെരുതായി തോന്നും. ആനാ இந்த விமானம் மேலே 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 போயிட்டு அங்க இருந்து கீழே பார்க்கிற வேளையிலே நேற்று பெரிதாയി തോന്നിയ എല്ലാം എലി പോലെ, എലിയെ വിട ചിന്നതായി തോന്നും. ഇതാണ് ക്രിസ്തീയ வாழ்க்கை. പ്രശ്നം ഇല്ല എന്ന് சொல்லல, പോരാട്ടം ഇല്ലെന്നവൻ പറയുന്നില്ല, മുള്ളില്ലെന്നവൻ പറയുന്നില്ല, ശൂലമില്ലെന്ന് പറയുന്നില്ല. അതിനെ കവിയുന്ന ഒരു കൃപ, അതിനെ കവിയുന്ന ഒരു കൃപ ഈ പകൽക്കാലം, ഈ കാലഘട്ടത്തിൽ ദൈവസഭ, ദൈവജനം ചോദ്യമായി നിൽക്കുന്ന സാഹചര്യം.
പക്ഷെ പരിതാപകരമായ ഒരു കാര്യം കൊണ്ട് ഈ സമയത്ത് അനേകർ കോംപ്രമൈസ് ചെയ്യുന്നു, ശത്രുക്കളോട് ചേർന്ന് നിൽക്കുന്നു. ശത്രുവെന്ന് നമ്മൾ പറയുന്നില്ല. ശത്രുവായ പിശാചില മനുഷ്യരെ എടുക്കുമ്പോൾ അവരും ആ കൂട്ട് തന്നെയാണ്. അവരോട് ചേർന്ന് അവർക്കുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നു. അവരും ഭയപ്പെട്ട് കോംപ്രമൈസ് ചെയ്യുന്നവരുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഈ സമയത്ത് നമ്മൾ എന്താളവക്ക് ഇന്നലത്തെ കാലം ഒவ்வொரு നാളും നമ്മൾ അഭിഷേകത്തെ പുതുക്കിപ്പിക്കണം, വെളിപ്പാടുകളെ പുതുക്കിപ്പിക്കണം, തിരിച്ചറിവുകളെ പുതുക്കിപ്പിക്കണം, നമ്മളെ കോൺഷ്യസിനെ പുതുക്കിപ്പിക്കണം. ദൈവദാസൻ ദൈവസനിൽ ഉപവസിക്കുന്നത് അത് എനിക്കറിയാം. അദ്ദേഹം എന്തോ ഒന്ന്, ഇതുവരെ കിട്ടാത്ത ഒന്ന് തേടി അദ്ദേഹം അടുത്ത തലത്തിലേക്ക്, ഈ ലോകം ഈ ഒരു കഴിവൻ തൊട്ട് നേടേണ്ട അഭിഷേകമല്ല തനിക്ക് ആവശ്യം. ലോകത്തിലെ ഇതുവരെ ആരും പ്രാപിക്കാത്ത ഏതോ ഒരു വിലപ്പെട്ട ഒന്നിനെ ലക്ഷ്യം വെച്ച് താൻ പ്രാപിക്കുമ്പോൾ ഇന്നലത്തെ പ്രാപിച്ച അഭിഷേകമല്ല തനിക്ക് ഇനിയും അധികം ആവശ്യമെന്ന് അറിഞ്ഞു താൻ മുട്ടുമടക്കുകയാണ്. അതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ പോകാൻ വേണ്ടി പള്ളി വരല്ലേ, അത് മാറാൻ വേണ്ടി പള്ളി വരും. ചിലത് മാറിയെന്നിരിക്കും, മാറിയില്ലെന്നിരിക്കും. എബ്രായർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ചിലർ, വേറെ ചിലർ, മറ്റു ചിലർ. ചിലർ എന്ന് പറഞ്ഞാൽ ജപിച്ച ഉടനെ ബദൽ കിട്ടി. വേറെ ചിലർ അവർക്ക് വാളിന്റെ വായ്ത്തലയുടെ അടുക്കൽ വന്നിട്ടൊക്കെ ചില വിടുതലുകൾ പോരാടി വിടുതൽ കിട്ടി. അനാ മറ്റു ചിലർ അവർക്ക് ലോകം സാധകമേ അല്ലായിരുന്നു. അവർ, നിങ്ങളൊന്ന് ചിന്തിച്ചു പാരുങ്ക, ഈ ചർച്ചിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും വന്നിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടിയില്ലെന്നിരിക്കട്ടെ, എത്ര പേർ ഈ ചർച്ചിൽ നിലനിൽക്കും? ഈ പള്ളിയിൽ വന്നിട്ട് നിങ്ങളുടെ ഭൗതികമായ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടിയില്ലെന്നിരിക്കട്ടെ, രോഗസൗഖ്യം നടന്നില്ലെന്നിരിക്കട്ടെ, കടം മാറിയില്ലെന്നിരിക്കട്ടെ, എത്ര പേർ പിന്മാറി പോകാതെ നിൽക്കും? ആ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. മുറുമുറുപ്പിന്റെ ആ അനുഭവത്തെ മാറ്റിയിട്ട് അവൾ പാദപീഠം, മറിയ യേശുവിന്റെ പാദപീഠം അവൾ അമർന്നിരുന്നപ്പോൾ അവൾ പ്രാപിച്ചത് വിടുതൽ മാത്രമല്ല, അവൾ മഹത്വം കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ സഭയെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ഇതുവരെ കാണാത്ത ഒരു മഹത്വം, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു മഹത്വം, ഇതുവരെ നിങ്ങൾ പ്രവേശിക്കാത്ത ഒരു മഹത്വത്തിലേക്ക് ദൈവസഭ പുതിയ ബ്രാക്കറ്റ് പീരീഡിൽ പ്രവേശിക്കുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ.